വെള്ളാപ്പള്ളി നിർത്തിയെടുത്തുനിന്ന് അടുത്ത തലത്തിലേക്ക് CPM തന്നെ ഇതിനെ കൊണ്ടുപോവുകയാണ്. പക്ഷെ കേരളത്തിലെ സർക്കാർ നടത്തിയിട്ടുള്ള മികച്ച നേട്ടങ്ങൾ, ആ മികച്ച നേട്ടങ്ങൾ 1 കോടിയോളം അധികം വരുന്ന ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു. മാത്രമല്ല, ആ 1 കോടി ജനങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ കൃത്യമായി എത്തിക്കുന്നു. അതുവഴി ആ ഭരണ നേട്ടങ്ങൾ പറയുന്നതിന് പകരം പച്ച വർഗീയത പറയുക എന്ന് പറയുന്നത് പാർട്ടിയുടെ ലൈനയിൽ അത് തിരുത്തപ്പെടണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വിളിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. അതേ പിണറായി വിജയന് വരുന്ന മാറ്റങ്ങളെ വിമർശിക്കും. ആ വിമർശന വിധേയമാക്കപ്പെടുന്നതിൻ്റെ മാറ്റങ്ങൾ വിമർശന വിധേയമായപ്പെട്ടേ മതിയാകൂ. ആ മാറ്റങ്ങളാണ് ഇപ്പോൾ AK ബാലനെ കൊണ്ട് ഇത്തരം വർത്തമാനം പറയിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നാം ഇതിനു മുമ്പ് കേട്ടത് ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ നരേന്ദ്രമോദി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ മാല പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പറയുന്നതിനെ പോലെ അപകടകരമായിട്ടുള്ളൊരു, കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഗുജറാത്തിനെ പാകിസ്ഥാനിനോട് ഒപ്പം ചേർക്കും എന്ന് വരെ പ്രസംഗിക്കുന്ന തരത്തിൽ അന്ന് നരേന്ദ്രമോദി ഉപയോഗിച്ച അതേ ഭാഷയിൽ ഇന്ന് CPMന്റെ നേതാക്കന്മാർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വിധിവൈരഭ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.